ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം എന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാമാണ് ഇന്നത്തെ എനർജീസ്? പോസിറ്റീവായിട്ടിരിക്കണേ. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 3 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇത് നമ്മളൊരു ആശയം മനസ്സിൽ വന്നു, അത് വേണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിൽ നിന്നു. അതിനുശേഷം ഇപ്പോൾ അത് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ച് അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് ആൻഡ് പ്ലാനിങ്സ് നടത്തുന്നതാണ്. അതായത് ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു എന്നാണ്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇത് വിദേശത്ത് നിന്ന് നാട്ടിലേക്കോ നാട്ടിൽ നിന്ന് വിദേശത്തേക്കോ പോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകളുടെ തയ്യാറെടുപ്പിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു യാത്ര, നാട്ടിലേക്ക് വിദേശത്തേക്കും വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് മാത്രമല്ല മറ്റൊരു യാത്ര, ഏതെങ്കിലും ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു എന്നൊരർത്ഥമുണ്ട് ഇതിന്. അതുപോലെ ഒരു തീരുമാനമില്ലായ്മയിൽ നിന്ന് നിങ്ങൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നു എന്നും ഇതിനൊരർത്ഥമുണ്ട്. ഇനി ചോയ്സുകൾ കൂടുതലുള്ള ആളുകളാണെങ്കിൽ, അതായത് ഒന്നിലധികം ചോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഒരു ചോയ്സ് എടുത്തിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അതാണ് 3 ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത്. ഇത് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനാണ്. ശരിക്കും നിങ്ങൾക്ക് തീരുമാനം എടുത്തതിന് ശേഷവും നിങ്ങൾക്ക് എടുത്ത തീരുമാനം ശരിയാണോ എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു മൊമെൻറ്റ് ടു മൊമെൻ്റ് ആണ്. അതിൽ ഒരു കൺഫ്യൂഷനാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് അറിയില്ല. പക്ഷേ എന്തോ ചെയ്യണം, അതിൽ തീരുമാനം എടുക്കണം. പക്ഷേ തീരുമാനം എന്താണെന്നറിയില്ല. തീരുമാനം എടുത്താൽ അത് തെറ്റിപ്പോകുമെന്നുള്ള പേടിയുണ്ടാവും. എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാത്തൊരു ജഗ്ലിംഗ് സിറ്റുവേഷൻ, അങ്ങനെയാണ് കാണുന്നത്. മൊമെൻറ്റ് ടു മൊമെൻ്റ് ആണ്. ഒരു ബാലൻസ് ഇല്ലായ്മയാണ്. പക്ഷേ ആ ബാലൻസ് ഇല്ലായ്മയിൽ നിങ്ങൾ നിൽക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് അധികം നിൽക്കാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രയോറിറ്റി കൂടുതലുണ്ടെങ്കിൽ ഏത് പ്രയോറിറ്റിയാണ് ബെറ്റർ എന്ന് നന്നായിട്ട് ആലോചിക്കുക. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് മാത്രം സെലക്ട് ചെയ്യുക. നമുക്ക് ഫ്യൂച്ചറിലേക്ക് 1, 2, 3 വർഷത്തേക്കുള്ള കാര്യമല്ല നമ്മൾ ഇപ്പോൾ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് ഗ്രോത്ത് ഉണ്ടാക്കുന്ന, ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് ഹെൽപ്പിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക. അതിനെ മാത്രം സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇന്നായിരിക്കും നിങ്ങൾ പ്ലാനിങ്ങും പ്രിപ്പറേഷൻസും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ജഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പകുതി ചെയ്യുന്നു, അടുത്ത കാര്യം പകുതി ചെയ്യുന്നു, വീണ്ടും ഓടി ഇവിടെ ഒന്ന് പകുതി ചെയ്യുന്നു, അപ്പുറത്ത് പകുതി ചെയ്യുന്നു. അപ്പോൾ ഈ ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഇന്ന ദിവസം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന പുതിയ പുതിയ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ വേണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയിലിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളൊരു പർച്ചേസിങ്ങിന് പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അത് വേണോ ഇത് വേണോ എന്നുള്ള അട്ടർ കൺഫ്യൂഷനായിരിക്കും ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യത. അതുപോലെ ഒരു തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ സെയിം കാര്യം തന്നെ, ഒരു തീരുമാനം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഈ ജഗ്ലിംഗ് 2 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുന്നത്. ദെൻ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു കാർമിക്കായിട്ടുള്ള സിറ്റുവേഷൻ എൻഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഇന്നത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ വിലയിരുത്തണം. ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇന്നൊരു കാർമിക് സിറ്റുവേഷൻ, നിങ്ങൾ പറയുന്ന വാക്കുകളിലൂടെ ആയിരിക്കാം, ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ആയിരിക്കാം, പാസ്റ്റിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കർമ്മയുടെ ഫലം നിങ്ങൾ അനുഭവിച്ച് തീർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല വീൽ ഓഫ് ഫോർച്യൂൺ ആയതുകൊണ്ട് ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നു എന്നുണ്ട്. അതുപോലെ നിങ്ങളിലേക്ക് ഭാഗ്യം വരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾക്കിന്ന് ലോട്ടറിയോ ചിട്ടിയൊക്കെ അടിക്കാൻ സാധ്യതയുള്ളതായിട്ടും കാണുന്നുണ്ട്. അതാണ് വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡ് പറയുന്നത്. അപ്പം വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളിലേക്ക് മാറ്റം കൊണ്ടുവരുന്നു, നിങ്ങളിലേക്ക് ഭാഗ്യം കൊണ്ടുവരുന്നു. അതായത് നിങ്ങളിലെ ഒരു കാർമിക് സിറ്റുവേഷൻ എന്തായി പോകുന്നു എന്നാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. ദെൻ ക്വീൻ ഓഫ് വാൺസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തും ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലാത്ത മറ്റേതോ ഒരു മേഖലയിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം, പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ ചിന്ത മറ്റൊരു തലത്തിലേക്ക് ഉയരുന്നതായിരിക്കാം. അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം നിങ്ങൾക്ക് ഇന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മാറി ചിന്തിക്കുന്നു എന്നാണ്, നിങ്ങളുടെ ചിന്താഗതികൾ മാറുന്നു. നിങ്ങൾ വേറെ രീതിയിലൊക്കെ വളരെ നേരത്തെ നിങ്ങൾക്ക് ഒരു ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ പേടി ഉണ്ടായിരുന്ന ഇടങ്ങളിലൊക്കെ നിങ്ങൾ ഇന്ന് വളരെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. നിങ്ങൾ വളരെ എന്ന് പറയുന്നത് എമേർജ്ഡ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. പണ്ട് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ നിങ്ങളങ്ങനെ കരയത്തൊന്നുമില്ല. ആ സെയിം സാഹചര്യത്തെ നിങ്ങളിന്ന് കൈകാര്യം ചെയ്യുന്നത് വേറൊരു തലത്തിലായിരിക്കും, വേറൊരു ധൈര്യത്തിലായിരിക്കും. വളരെ
ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡി ആയിട്ട് മാറിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. വളരെ കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻസ് പറഞ്ഞില്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണോ വേണ്ടയോ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഇത് പ്രിപ്പറേഷൻസ് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്താണോ നിങ്ങളിന്ന് ചെയ്യാൻ പോകുന്നത് അതിനുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തോന്നാനും സാധ്യതയുണ്ട്. പിന്നെ ഇന്ന് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിലേക്ക് നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും. ആ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങളിന്നുള്ളത്. അതിലേക്ക് കൂടുതലായിട്ട് നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. അതിൽ കൂടുതലായിട്ട് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഒരു ജീവിതത്തെ നോക്കി കാണുന്ന ഒരു രീതിയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസമായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാകാനും സാധ്യതയുണ്ട്. 9 ഓഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പേടിയുണ്ടെന്നാണ്. അതായത് ഈ പറഞ്ഞ നിങ്ങളിന്ന് എന്ത് കാര്യത്തിലാണോ നിങ്ങൾ സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്, എന്ത് കാര്യത്തിനാണോ നിങ്ങൾ കോൺഫിഡൻറ്റ് ആകുന്നത്, ഏത് കാര്യത്തിനാണോ നിങ്ങൾ വളരെയധികം ധൈര്യം കാണിക്കുന്നത്, ആ ധൈര്യം മുൻപ് നിങ്ങൾക്ക് പേടി ഉണ്ടായിരുന്ന കാര്യമായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിനുള്ളിൽ അതിനെക്കുറിച്ചൊരു പേടി ഉണ്ടായിരിക്കും. ഉള്ളിലെ പേടിയെ നിങ്ങളിന്ന് ഓവർകം ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളിന്ന് എന്ത് സാഹചര്യത്തിന് വേണ്ടിയിട്ടാണോ പ്രിപ്പറേഷൻ നടത്തുന്നത്, ആ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് പേടി ഉണ്ടായിരുന്നു. ആ പേടി ഇന്ന് മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആവുന്നതെന്നും കാണുന്നുണ്ട്. 7 ഓഫ് പെൻറ്റക്കിൾ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കിന്ന് പണം വളരെ അത്യാവശ്യമായിട്ട് വേണം, പക്ഷേ അത് നിങ്ങളുടെ കയ്യിലെത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ രാവിലെ തൊട്ട് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പണം അറേഞ്ച് ചെയ്യാൻ പറ്റുമോ കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങളൊരാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിട്ടുള്ളൊരു എഫേർട്ട്, നിങ്ങളൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ എഫേർട്ടിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട്. പണം കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്തായാലും ഇന്നൊരു യാത്രയുടെ കാർഡ് കാണുന്നുണ്ട്. 7 ഓഫ് സോഡ്സ് ഉണ്ട്. അപ്പോൾ ഒന്ന് സൂക്ഷിക്കണം. പാസ്റ്റിൽ നിന്നുള്ളൊരു ചതിയാണ്. പാസ്റ്റിലത്തെ ഒരു ചതിയിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ, വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അമളി പറ്റിയിട്ടുള്ള സാഹചര്യങ്ങളെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇതും ഈ വീൽ ഓഫ് ഫോർച്യൂണും ചിലപ്പോൾ എന്തെങ്കിലും ബന്ധമുണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് പാസ്റ്റിലത്തെ നിങ്ങൾ ബുദ്ധിമോശം കാണിച്ചിട്ടുള്ള കാര്യത്തെ ഇന്ന് നിങ്ങൾക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്നൊരു കാർമിക് സിറ്റുവേഷൻ ആയിരുന്നുവെങ്കിൽ ഇന്ന് അത് ക്ലിയർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പാസ്റ്റിലുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ ഇന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പാസ്റ്റിലുള്ള ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അത് മേ ബി നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിരിക്കാം, നിങ്ങളുടെ കൂടെ ജോലി ചെയ്ത ആളായിരിക്കാം, നിങ്ങളുടെ കൂടെ കളിച്ച് വളർന്ന ആളായിരിക്കാം, നെയ്ബറായിരിക്കാം, അങ്ങനെയുള്ള ആരെങ്കിലും ആകാം. അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം. റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ട് നിങ്ങളെ പറ്റിച്ച് കടന്നു കളഞ്ഞിട്ടുള്ള ആരെങ്കിലും ആവാനും സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ സാധനങ്ങൾ മോഷണം പോകാനൊക്കെ സാധ്യതയുണ്ട്. കയ്യിലിരിക്കുന്ന സാധനങ്ങൾ മോഷണം പോകുക, വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെടുക എന്നൊക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ മാറിപ്പോകുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളുടേതാണെന്ന് വിചാരിച്ച് നിങ്ങളെടുക്കുക, അല്ലെങ്കിൽ മറ്റൊരാൾ അവരുടേതാണെന്ന് വിചാരിച്ച് നിങ്ങളുടെ എടുക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്തായാലും ഒന്ന് സൂക്ഷിക്കണം. മോഷണം പോകാനോ നഷ്ടപ്പെട്ടു പോകാനോ സാധ്യതയുണ്ട്. അതുപോലെ പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സാധനങ്ങൾ അത് തിരിച്ചു കിട്ടാനും സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളെ പറ്റിച്ച് ആളുകൾ എന്തെങ്കിലുമൊക്കെ ഇപ്പം എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഈ വാങ്ങിക്കാനും വീടുകളിലൂടെയൊക്കെ വന്നിട്ട് വാങ്ങിക്കത്തില്ലേ, അപ്പം വീട്ടിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അമളി പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ 6 ഓഫ് കപ്പാണ്. ഇത് വീണ്ടും ഒരു ബ്രദർ അല്ലെങ്കിൽ സിസ്റ്ററിൽ നിന്ന് നിങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ അൺനോൺ ആയിട്ടുള്ളൊരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന്, അല്ലെങ്കിൽ ഹസ്ബൻഡ്, വൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, അവരിൽ നിന്ന് നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ഓഫർ, അല്ലെങ്കിൽ പൈസ ആയിരിക്കാം, ഒരു സഹായമായിരിക്കാം, ഗിഫ്റ്റ് ആയിരിക്കാം, സർപ്രൈസ് ആയിരിക്കും, എന്തോ ഒന്ന് കിട്ടാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇന്ന് നിങ്ങളിൽ നിന്ന് ഉപേക്ഷിച്ച് പോയ ഒരാൾ, പാസ്റ്റിൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോയ ഒരാൾ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അത് റീയൂണിയൻ്റെ കാർഡാണ്. അതുപോലെ വേറൊരു കാര്യം, ഇത് നിങ്ങൾക്കൊരു ജോബ് ഓഫർ കിട്ടുന്നതാവാം, ഒരു കിട്ടാനുള്ള പൈസ നിങ്ങൾക്ക് കിട്ടുന്നതാവാം. എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഇന്ന് ഗിഫ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. സർപ്രൈസായിട്ട് പണം കിട്ടുക, സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടുക, സർപ്രൈസായിട്ട് ചില ആളുകളെ കാണുക, പാസ്റ്റിലുള്ള കുറേ ആളുകളെ നിങ്ങൾ കാണാനൊക്കെ സാധ്യതയുള്ളതായിട്ടാണ് 6 ഓഫ് കപ്സ് പറയുന്നത്. ഓക്കെ. ദെൻ 7 ഓഫ് വാൺസ് ആണ്. അത് ചിലയിടങ്ങളിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക, നിങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയോ എന്ന് തോന്നുക,
അയ്യോ ഞാനിതെങ്ങനെ എങ്ങനെ ഒറ്റയ്ക്ക് ഇത് ഹാൻഡിൽ ചെയ്യും എന്ന് തോന്നുക, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ട് പോയല്ലോ എന്ന് പേടിക്കുക. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ചുറ്റുമുണ്ടല്ലോ, ഇത്രയും കാര്യങ്ങൾ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യും എന്നുള്ള പേടി, തോന്നൽ, ഈ നെഗറ്റീവ് തോട്ട്സാണ്. അതിൽ കൂടുതലും നിങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് നെഗറ്റീവ് തോട്ട്സാണ്. പക്ഷേ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. അതിൻ്റെ കൂടെ നിങ്ങളുടെ കുറേ നെഗറ്റീവ് തോട്ട്സും കൂടെ വന്നിട്ട് നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട്, സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഒറ്റയ്ക്കായി പോയി എന്നൊരു തോന്നൽ, ഇതിനെല്ലാം ഒറ്റയ്ക്ക് ഞാൻ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുള്ളിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ബാക്കി എല്ലാവരും ഒരുമിച്ച് ഞാൻ ഒറ്റയ്ക്ക് എന്നൊരു ഫീൽ ഇന്ന് വരാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് 7 ഓഫ് വാണ്ട്സ് പറയുന്നത്. തന്നെ എംപ്രസിൻ്റെ എനർജിയാണ്. കുറേ ദിവസമായിട്ട് ഈ എംപ്രസിൻ്റെ എനർജി, ഏത് റീഡിംഗ് എടുത്താലും എംപ്രസിൻ്റെ എനർജി വരുന്നുണ്ട്. മേ ബി നിങ്ങളുടെ എനർജി ആരെങ്കിലും സ്ക്വീസ് ഔട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേരുദോഷം വരുന്നതായിരിക്കാം, അതും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. നിങ്ങളുടെ ലുക്ക് കൊണ്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫറോ അങ്ങനെ എന്തെങ്കിലും വന്ന് ചേരുന്നതാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്കെതിരെ കോൺസ്പിരസീസ് നടക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ഗോസിപ്പിങ് പറയുന്നതാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ബോട്ടം ഡെക്ക് സ്ട്രെങ്ത് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വളരെ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടിരിക്കുക. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ സ്ട്രെങ്ത് കാർഡ് വരുന്നത് നിങ്ങൾ കുറച്ച് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണും സ്ട്രെങ്ത് വന്നേക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇന്നൊരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആകുമ്പോൾ നിങ്ങൾ കുറച്ച് ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ന് ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. സാധാരണ നടക്കുന്ന അല്ലാത്ത അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് അസാധാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യം സംഭവിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നാണ് കാണുന്നത്. ഈ എംപ്രസിൻ്റെ എനർജി മേ ബി നിങ്ങൾക്ക് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഇടത്തുനിന്നൊരു ഓഫറോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് ഈ എംപ്രസ് എനർജി വരുന്നതെന്ന് നോക്കട്ടെ. കുറേ ദിവസമായിട്ട് ഈ എംപ്രസ് എനർജി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് എംപ്രസ് വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് എംപ്രസ് വന്നിരിക്കുന്നത്? ഇന്ന് നിങ്ങളെ കാണുമ്പോൾ എല്ലാവരും പുകഴ്ത്തി പറയും, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സ് കൊള്ളാമല്ലോ, നിങ്ങളെ കാണാൻ ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ ആളുകൾ നിങ്ങളെക്കുറിച്ച് പറയാനൊക്കെ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഒരു ലുക്കിലൊക്കെ മാറ്റം വരുന്നുണ്ടെന്നാണ് കേട്ടോ. എന്തുകൊണ്ടാണ് എംപ്രസ് എനർജി? ഈസോ സൂട്ട്സും സൂട്ട്സും 9 ഓഫ് വാണ്ട്സും കൊണ്ട് ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യത ഉണ്ടെന്നാണ് കേട്ടോ. കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗോസിപ്പിങ് തന്നെ ആകാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുക, അത് നിങ്ങൾ പേടിക്കുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ടോ എന്ന് പേടിക്കുന്നുണ്ടാവും. അത് സംഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാകാൻ സാധ്യതയുണ്ട്. ഡീഫമേഷനാണ് കേട്ടോ. നിങ്ങളെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ പറഞ്ഞുണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളത് പേടിക്കുന്നുണ്ട്, ആളുകൾ അങ്ങനെ പറയുമോ എന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ട്. അത് ഇന്നേ ദിവസം പറയുന്നുണ്ടെന്ന് നിങ്ങൾ അറിയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ബോട്ടം ഡെക്ക് സ്ട്രെങ്ത് ആയതുകൊണ്ട് നിങ്ങളിന്ന് വളരെ കുറച്ചധികം മനോബലം നിങ്ങൾ കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒക്കെ ചെയ്യുവാണെങ്കിൽ അതിനെ നേരിടാനുള്ളൊരു മനോധൈര്യത്തിലൊക്കെ ഇരിക്കുന്നത് നല്ലതായിരിക്കും. വളരെ നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത്. പാസ്റ്റിൽ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ള ആരോ ഒരാൾ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇന്നൊരു ലോട്ടറി അടിക്കാനോ ഒക്കെ ഒരു ഭാഗ്യമുള്ളതുപോലെയും കാണുന്നുണ്ട്. നിങ്ങൾ വളരെ എമർജ്ഡായി, പണ്ടത്തെ പോലല്ല. പണ്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ വേദനിക്കുകയും വിഷമിക്കുകയും കരയുകയും ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ വളരെ ബോൾഡായിട്ട് തീരുമാനം എടുക്കുന്ന ആളുകളായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളെ കുറിച്ച് ആളുകൾ മോശം പറയാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്താണവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ടിരിക്കാൻ എല്ലാവരും ശ്രമിക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.